ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. 1 പത്രോസിന്റെ ലേഖനം 2:7 നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ചിലർക്ക് അത് ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയും എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും മനുഷ്യർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യർ തുച്ഛീകരിക്കുന്നത്, ദൈവത്തിന്റെ കരങ്ങളിലൂടെ പോകുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠവും മാന്യവും ആയി തീരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന സത്യമാണ്. വില്യം കേറി താന് ഭാരതത്തിലേക്ക് സുവിശേഷീകരണത്തിന് വരുന്നതിന് മുമ്പ് ഒരു ബാപ്റ്റിസ്റ്റ് മിഷണറി സമ്മേളനത്തിൽ ആര് ഇന്ത്യയിലേക്ക് പോകുമെന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ താൻ പോകാം എന്ന് പറയുകയുണ്ടായി. എന്നാൽ വയോധികനായ ഒരു മിഷണറി ആ ചെറുപ്പക്കാരനോട്, നീ അവിടെ ഇരി, നീ ഇന്ത്യയിൽ ചെന്ന് എന്ത് ചെയ്യുവാനാണ് എന്നൊക്കെ ചോദിച്ച് അല്പം ശാസന രൂപേണ സംസാരിപ്പാൻ ഇടയായി തീർന്നു. ഒരു കുടിലിലിരുന്ന് ചെരുപ്പ് കുത്തി ഉപജീവനം നടത്തിയിരുന്ന വില്യം കേറിയെ കൊണ്ട് ഇന്ത്യയിൽ വന്ന് അക്കാലത്ത് എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ള ആ ചോദ്യം നിശ്ചയമായിട്ടും ആരും ചോദിച്ചു പോകുന്ന ചോദ്യമാണ്. എന്നാൽ പിന്നത്തേതിൽ ആ വില്യം കേറിയാണ് ഭാരതത്തിലേക്ക് കടന്നു വരികയും ഇവിടുത്തെ ഭാഷ പഠിച്ച് വിവിധ ഭാഷകളിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാനും അച്ചടിശാലകൾ സ്ഥാപിക്കുവാനും സഹാറൻപൂർ യൂണിവേഴ്സിറ്റിയുടെ തന്നെ കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി വളരെ ശക്തമായി ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചത് ഈ വില്യം കേറിയാണ്. വളരെയധികം താൻ കഷ്ടങ്ങളും പരീക്ഷകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. വളരെ രോഗവും അതേപോലെ പീഡയും എല്ലാം താൻ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേ പ്രിയമുള്ളവരെ, മനുഷ്യന്റെ മുമ്പിൽ ചിലപ്പോൾ ശ്രേഷ്ഠമായ പലതുമായിരിക്കാം മനുഷ്യൻ നോക്കുന്നത്. എന്നാൽ സർവശക്തനായ ദൈവം നോക്കുന്നത് ഏറ്റവും ബലഹീനനായ ഒരു മനുഷ്യൻ ആണെങ്കിൽ പോലും ദൈവത്തിന്റെ കരങ്ങളിൽ അവൻ എത്രത്തോളം സമർപ്പിക്കപ്പെടും എന്നുള്ളതാണ് സ്വർഗം നോക്കുന്നത്. അതേ, വീട് പണിയുന്നവർ യഹൂദാജനം യേശുവിനെ തള്ളിക്കളഞ്ഞു. എന്നാൽ ലോകത്തിന്റെ രക്ഷകനായ യേശു കർത്താവ് താൻ സഭയുടെ മൂലക്കല്ലായി തീരേണ്ടതിനു വേണ്ടിയാണ് പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് തന്റെ ഏകജാതനായ പുത്രനെ അയച്ചത് എന്ന് തിരുവചനം വളരെ വ്യക്തമാക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഒരുപക്ഷെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ പലരും മാനിക്കുന്നില്ലായിരിക്കാം, വളരെ തുച്ഛീകരിക്കുന്നുണ്ടായിരിക്കാം, പല സുവിശേഷകരെയും ആരും അറിയുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ആരും അറിയുന്നില്ലായിരിക്കാം. എല്ലാവരുടെ മുമ്പിലും നിങ്ങൾ ഒരു നിന്ദിക്കപ്പെട്ട പാത്രമായിരിക്കാം. എന്നാൽ ഭാരപ്പെടേണ്ട. അതേ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ ആ കല്ല് മൂലക്കല്ലായി മാറിയെങ്കിൽ, സഭയുടെ മൂലക്കല്ലായി മാറിയെങ്കിൽ, ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏത് ബലഹീന മനുഷ്യനെയും ദൈവത്തിന് ഉയർത്തുവാൻ കഴിയും. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് തക്ക സമയത്ത് നമ്മെ മാനിക്കുന്ന ദൈവമാണ്. ആ കരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമെന്നേശു, ആരെല്ലാം അകന്നാലും പിരിയാത്ത സ്നേഹിതനേശു. ഈ നല്ല സ്നേഹത്തെ തള്ളിക്കളയരുതേ, നടത്തിയ വിധങ്ങൾ മറന്നിടല്ലേ. ചിരി തൂകും ഓമനിക്കും ഉള്ളം കയ്യിൽ കരുതിയിടും. ചിരി തൂകും ഓമനിക്കും ഉള്ളം കയ്യിൽ കരുതിയിടും. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമെന്നേശു, ആരെല്ലാം അകന്നാലും പിരിയാത്ത
സ്നേഹിതനേശു. ലോകത്തിന്റെ താങ്ങുകളെല്ലാം നീങ്ങിപ്പോയിടും, ലോകത്തിന്റെ താങ്ങുകളെല്ലാം നീങ്ങിപ്പോയിടും. സങ്കടത്തിൻ വേളകൾ വന്നിടുമ്പോൾ, വ്യാകുലങ്ങൾ ജീവിതയേറിടുമ്പോൾ, ഭയം വേണ്ട, പതറേണ്ട, നയിച്ചിടും നല്ല ദൈവം കൂടെയുണ്ട്. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമെന്നേശു.